ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ഉദയാസ്തമന പൂജ ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നുവെന്ന് സുപ്രീം കോടതി. പൂജയുടെ പട്ടിക അതേപടി നിലനിർത്താൻ കോടതിയുടെ നിർദ്ദേശം. പൂജകൾ ദൈവചൈതന്യം വർദ്ധിപ്പിക്കാനെന്ന് കോടതി നിരീക്ഷണം. ഭക്തരുടെ അസൗകര്യമെന്ന ദേവസ്വം ബോർഡ് വാദം നിലനിൽക്കുന്നതല്ല. തിരക്ക് മറികടക്കാൻ ദേവസ്വം ബോർഡ് മറ്റു മാർഗങ്ങൾ കണ്ടെത്തണം. ഹർജിയിൽ സുപ്രീം കോടതി ദേവസ്വം ഭരണസമിതിക്ക് നോട്ടീസ് അയച്ചു. ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായിരുന്നു ഹർജി. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു. ജിഷ്ണു, ഭക്തരുടെ അസൗകര്യമെന്ന ദേവസ്വം ബോർഡിൻ്റെ വാദം നിലനിൽക്കുന്നതല്ല. തിരക്ക് മറികടക്കാൻ ദേവസ്വം ബോർഡ് മറ്റു മാർഗങ്ങൾ കണ്ടെത്തണം. അതായത് ആചാരങ്ങൾക്ക് മേൽ കൈവയ്ക്കേണ്ട എന്നുറപ്പിച്ചു പറയുന്നു സുപ്രീം കോടതി, അല്ലേ? കൃഷ്ണരാജ്, ഗുരുവായൂരിൽ വൃശ്ചിക മാസത്തിലെ ഏകാദശിയിലുള്ള ഉദയാസ്തമന പൂജ മാറ്റിയത് ആചാര ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി തന്ത്രി കുടുംബം നൽകിയിട്ടുള്ള ഹർജിയിന്മേലാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. സുപ്രീം കോടതി ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ വ്യക്തമാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ, അതിലേറ്റവും പ്രധാനം എന്നുള്ളത് കാലങ്ങളായി തുടർന്നു വന്നിരുന്ന ആചാരങ്ങൾ പാലിക്കേണ്ടതായിരുന്നു എന്ന കൃത്യമായ നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഈ കേസിൽ ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിന് സുപ്രീം കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഒപ്പം മറ്റൊരു കാര്യം കൂടി കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്, നിലവിൽ ഗുരുവായൂരിൽ പൂജ വെബ്സൈറ്റിൽ അടക്കമുള്ള പൂജാക്രമങ്ങൾ, പൂജാ പട്ടിക അത് അതേപടി പാലിക്കണം, അതിൽ മാറ്റങ്ങൾ വരുത്തരുത് എന്ന നിർദ്ദേശം നിലവിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട്. വളരെ കൃത്യമായൊരു നിർണായകമായ നിരീക്ഷണമാണ് ഇന്ന് ഈ കേസ് പരിഗണിക്കവേ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കേസിൽ ദേവസ്വം ബോർഡ് ഏത് തരത്തിലുള്ള വിശദീകരണം ഈ കേസിൽ സുപ്രീം കോടതിയിൽ നൽകും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കാരണം കേരള ഹൈക്കോടതിയിൽ ഈ കേസെത്തവേ ദേവസ്വം ബോർഡിന്റെ വാദം എന്നുള്ളത് കൃഷ്ണരാജ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഏകാദശി ദിനത്തിൽ ഉദയാസ്തമന പൂജ നടത്തുകയാണെങ്കിൽ ഭക്തജന തിരക്ക് അനിയന്ത്രിതമായിരിക്കും, അവർക്ക് ഭക്തർക്കത് അസൗകര്യം ഉണ്ടായിരിക്കും തുടങ്ങിയ വാദങ്ങളായിരുന്നു കേരള ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് മുൻപോട്ട് വെച്ചത്. അത് അംഗീകരിച്ചുകൊണ്ട് ദേവസ്വത്തിന്റെ തീരുമാനം ശരിവെക്കുന്ന നടപടിയായിരുന്നു കേരള ഹൈക്കോടതി സ്വീകരിച്ചത്. സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ തന്ത്രി കുടുംബം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ പൂജാക്രമങ്ങൾ, ആചാരങ്ങൾ പാലിക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. ഇതെല്ലാം ക്ഷേത്രവുമായും ദേവരുമായും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിന് ചില കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. അഷ്ടമംഗല്യ പൂജ നടത്തി ആചാര്യന്മാർ വേണം അതിൽ തീരുമാനമെടുക്കാൻ. അതില്ലാതെ വരുത്തിയിട്ടുള്ള മാറ്റം ആചാര ലംഘനമാണ്, അത് ദേവഹിതത്തിനെതിരാണ്, അത് ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെ ബാധിക്കും. ഇത്രയും പോയിന്റുകളാണ് തന്ത്രി കുടുംബം സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇത് പരിശോധിച്ചുകൊണ്ടാണ് ഒരു പ്രാഥമികമായ നിരീക്ഷണം ഇന്ന് സുപ്രീം കോടതി നടത്തിയത്. ഈ ആചാരങ്ങൾ, തുടർന്നു വന്നിരുന്ന ആചാരങ്ങൾ അത് പാലിക്കേണ്ടതായിരുന്നു. കാരണം ഇന്നായിരുന്നു അത്തരം പൂജകൾ നടക്കേണ്ടിയിരിക്കുന്നത്. ഇന്നലെ അത്യാവശ്യമായി തന്നെ അല്ലെങ്കിൽ അടിയന്തരമായി ഈ ഹർജി പരിഗണിക്കണമെന്ന് ചീഫ് ജസ്റ്റിസിന് മുൻപാകെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കേസ് പഠിക്കാനുള്ള സമയം കണക്കിലെടുത്തുകൊണ്ടാണ് കേസ് ഇന്നത്തേക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. ഏതായാലും നിലവിൽ അത്തരത്തിലൊരു ആചാര ലംഘനം ഗുരുവായൂരിൽ നടന്നുവെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട വിശദമായ വാദം ഇനി രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന് മുൻപിലാകെ നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. തന്ത്രി കുടുംബം ഈ പൂജകൾ ദേവചൈതന്യം വർദ്ധിപ്പിക്കാനെന്ന് കോടതി നിരീക്ഷിക്കുന്നു. അതായത് ദേവഹിതത്തിന് വിരുദ്ധമായത് നിങ്ങൾ എന്തിന് ചെയ്യുന്നു എന്നൊരു മറു ചോദ്യം കോടതി ഉന്നയിക്കുന്നു. തീർച്ചയായും ഇത്തരം ആചാരങ്ങൾ, അതിൻ്റെ നടപടിക്രമങ്ങൾ അത് ദേവനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിയമ നടപടികൾക്കപ്പുറത്തേക്ക് ഇത്തരത്തിൽ ക്ഷേത്രവും അതിൻ്റെ ദേവനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദേവഹിതത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ തുടർന്ന് വന്നിരുന്ന ആചാരങ്ങൾ എന്തുകൊണ്ട് നടത്തിയില്ല അല്ലെങ്കിൽ അത് പാലിക്കേണ്ടതായിരുന്നു എന്നൊരു നിരീക്ഷണമാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. തീർച്ചയായും ഭക്തസമൂഹത്തെ സംബന്ധിച്ച് ഏറെ അനുകൂലമാകുന്ന അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അത് അനുകൂലമാകുന്ന ഒരു നിരീക്ഷണമാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിലെ നടപടികൾ പരിശോധിക്കുമ്പോഴും ക്ഷേത്രം തന്ത്രിയും ഒപ്പം ദേവസ്വം ബോർഡും ഈ ഒരു പൂജാക്രമങ്ങൾ മാറ്റിയതിന് അല്ലെങ്കിൽ ഉദയാസ്തമന പൂജ തുലാമാസത്തിൽ തന്നെ മാറ്റിയതിലെ യാതൊരു തരത്തിലുമുള്ള കുഴപ്പങ്ങളില്ല. അത് പൂജയല്ല, മറിച്ച് വഴിപാടാണ് എന്നൊരു ന്യായീകരണമായിരുന്നു അതിന് നടത്തിയത്. എന്നാൽ അത് അങ്ങനെയല്ല എന്നുള്ളതാണ്
തന്ത്രി കുടുംബം വിശദീകരിക്കുന്നത്. അവർ കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിലും ചൂണ്ടിക്കാട്ടുന്നത് വളരെ കൃത്യമായി ആചാര ലംഘനമാണ് ഗുരുവായൂരിൽ നടന്നിട്ടുള്ളത്. അത് ദേവഹിതത്തിനെതിരാണ്. ഇത്തരം കാര്യങ്ങൾ ക്ഷേത്ര ചൈതന്യത്തെ ബാധിക്കും എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തീർച്ചയായും കേസിന്മേൽ വിശദമായ വാദം നടക്കും. ആ വാദത്തിനിടെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങൾ എന്തെല്ലാമായിരിക്കും എന്നുള്ളത് ഏറെ നിർണായകമാകും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. ഈ ഒരു ആചാരങ്ങൾ തുടരേണ്ടതാണ് എന്ന് വ്യക്തമാക്കുന്നതോടൊപ്പം തന്നെ ഈ ഗുരുവായൂരിൽ നിലവിലുള്ള പൂജാക്രമങ്ങൾ, വഴിപാട് അത് കൃത്യമായി തുടരണമെന്നൊരു നിർദ്ദേശം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കൃഷ്ണരാജ്. ശരി, ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ഉദയാസ്തമന പൂജ ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നുവെന്ന് സുപ്രീം കോടതി. ഭക്തരുടെ അസൗകര്യമെന്ന ദേവസ്വം ബോർഡിന്റെ വാദം നിലനിൽക്കുന്നതല്ല, നോട്ടീസ് അയച്ചു സുപ്രീം കോടതി. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.